നമ്പർ വിൽ ബി എ സർപ്രൈസ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ്. കാരണം BJP ഓൾറെഡി 400 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. 300-ലധികം സീറ്റുകളുടെ പിൻബലം അവർക്ക് ഓൾറെഡി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ മാറാൻ പോകുന്നു? പ്രദീപ് ഗുപ്ത ഈ നാലാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഒപ്പീനിയൻ പോൾ നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, എക്സിറ്റ് പോൾ ആണ്. അപ്പോൾ ആവർത്തിച്ച് സർദേശായി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു ക്ലിയർ മജോറിറ്റി ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു ക്ലിയർ മാൻഡേറ്റ് ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ക്ലിയർ മാൻഡേറ്റ് ആണെന്ന് നാലാം ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അഞ്ചാം ഘട്ടം ആറാം ഘട്ടം കഴിയുമ്പോഴേക്കും രാജ്ദീപ് പറയുന്നുണ്ട് ഡോണ്ട് ടേക്ക് ദ ഇന്ത്യ പീപ്പിൾ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പോഴും രാജ്ദീപ് പറയുന്നത് എന്താണ്, NDA സഖ്യത്തിന്റെ മുൻതൂക്കം തന്നെയാണെങ്കിൽ കൂടിയും BJP ഡിക്ലൈനിങ് അവസ്ഥയിലാണ്. ആ ഡിക്ലൈൻ അവസ്ഥ ഏത് ലെവലിലേക്ക് താഴും എന്ന കാര്യം ഇപ്പൊ പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഡോണ്ട് ടേക്ക് പീപ്പിൾ ഓഫ് ഇന്ത്യ ഗ്രാൻഡഡ് എന്ന് പറയുന്നത്. ഏതായാലും ഈ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ വേണ്ടിയുള്ള നിമിഷങ്ങൾ എണ്ണി നമ്മൾ കാത്തിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ തരത്തിലുള്ള വിശകലനങ്ങൾക്ക് നമ്മളുടെ ഇടയിലേക്ക് വരുന്നത്. PP ജെയിംസ്, എഡിറ്റർ ഇൻചാർജ്, നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സ്റ്റുഡിയോയിൽ നിന്ന്. PP ജെയിംസ്, ഇപ്പോൾ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ത് സൂചനകളായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ച് നൽകാൻ പോകുന്നത് എന്താണ് വാട്ട്സ് യുവർ ടേക്ക്? ഗോപികൃഷ്ണൻ, ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ രാജ്ദീപ് സർദേശായിയെ ചൊല്ലിയാണ് ഇപ്പോൾ അവസാനമായിട്ട് നിങ്ങൾ സംസാരിച്ചത്. അപ്പോൾ രാജ്ദീപുമായിട്ട് ഈ ഇലക്ഷൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും നേരിട്ട് പോയി ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു സീനിയർ പത്രപ്രവർത്തകൻ എന്ന നിലയിലാണ് ഒരു പക്ഷേ രാജ്ദീപിന് ആ തരത്തിലുള്ള സ്റ്റേക്ക് കിട്ടുന്നത്. എന്നോട് പറഞ്ഞ ഒരു 300 സീറ്റ് BJP അധികാരത്തിൽ വരുമെന്നാണ് കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇതിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 4ാം ഇതിൽ പറഞ്ഞപ്പോൾ ക്ലിയർ മാൻഡേറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ സർപ്രൈസ് എന്ന് പറയുമ്പോൾ 2 സാധ്യതയാണുള്ളത്. ഒന്ന്, വലിയ രീതിയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ BJPക്ക് സീറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. ഇത് രണ്ടും ആവാം. സർപ്രൈസ് 2 തരത്തിലുണ്ടാവാമല്ലോ. അപ്പോൾ എന്തായാലും വരാൻ ഇനി 15 മിനിറ്റേ ഉള്ളൂ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ എക്സിറ്റ് പോളുകളെ കുറിച്ച് പലപ്പോഴും എക്സിറ്റ് പോളുകൾ തെറ്റിപ്പോയിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാവുന്നതാണ്. 1974 ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് സകല മാധ്യമങ്ങളും ഒക്കെ എഴുതി വെച്ചതാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി ദയനീയമായി തോറ്റുവെന്ന് മാത്രമല്ല, കോൺഗ്രസ് തോറ്റ് അമ്പുകയും ചെയ്തു. അതുപോലെ 2004 വാജ്പേയി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും, ഇന്ത്യ ഈസ് ഷൈനിങ് എന്ന് പറഞ്ഞതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് വന്നത്, UPA സർക്കാർ വന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി 2 ടേമിൽ വന്നു. പിന്നീടാണ് നരേന്ദ്രമോദിയുടെ ഒരു ചോദ്യം ഇപ്പോൾ ഉള്ളത്, എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനം കോൺഗ്രസ് പുനഃപരിശോധിച്ചിരിക്കുന്നു, അവർ പിൻവലിച്ചിരിക്കുന്നു. മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് 295 സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നാണ്. അപ്പോൾ ഈ ഒരു ആത്മവിശ്വാസം കൊണ്ടായിരിക്കും അവസാന നിമിഷത്തിൽ ഈ എക്സിറ്റ് പോൾ ചർച്ചകൾ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമൊക്കെ കോൺഗ്രസ് മാറ്റിയിട്ടുണ്ടാവുക. അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? അതിനൊരു സാധ്യതയുണ്ട് ഗോപികൃഷ്ണൻ. പ്രത്യേകിച്ച് നേരത്തെ തന്നെ BJPയുടെ ബോഡി ലാംഗ്വേജ് ഞങ്ങൾ അധികാരത്തിൽ വന്നു എന്ന രീതിയിലാണ്. പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ജൂൺ 8, 9 തീയതികളിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് BJPയിൽ നടക്കുന്നത്. പക്ഷെ അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മിണ്ടാതിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവർ യോഗം വിളിച്ചു കൂട്ടുന്നത്. ഇതുവരെ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നും ഇത്ര സീറ്റ് കിട്ടുമെന്നും ഖാർഗെ ഒഴിച്ച അധികം നേതാക്കളൊന്നും അവകാശപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ 295 സീറ്റ് കിട്ടുമെന്ന് പറയുന്നു. മന്ത്രിസഭ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വളരെ ലേറ്റായിട്ട് കോൺഗ്രസും പ്രതിപക്ഷം ആലോചിച്ചു തുടങ്ങുന്നു. അല്ല ജെയിംസ്, ഒരു ആക്ച്വൽ കണക്ക് ഇന്ത്യ സഖ്യം ഇതുവരെ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ 400 പാർ എന്നൊരു കണക്ക്, വലിയ കണക്ക് BJP മോദി ആദ്യം പറഞ്ഞു, അതിനുശേഷം അത് 300 പാർ എന്ന് പറയുന്നു. അമിത്ഷാ ഏറ്റവും ഒടുവിൽ ഒരു ഘട്ടം പൂർത്തിയാവാൻ ബാക്കിയിരിക്കെ ഞങ്ങൾ 350 ഓൾറെഡി കടന്നു കഴിഞ്ഞു, ഇനി ഞങ്ങൾ 400 പാറിലേക്കുള്ള ബാക്കി സീറ്റുകളുടെ എണ്ണമാണ് ബാക്കി 57 സീറ്റുകളെന്ന് അമിത്ഷാ പറയുന്നുണ്ട്. ഇന്ത്യ സഖ്യം അപ്പോഴൊന്നും ഒരു ആക്ച്വൽ കണക്ക് പറഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ ഇലക്ഷൻ കഴിയുന്ന അവസാന മണിക്കൂറുകൾ എല്ലാവരും യോഗം ചേരുന്നു, എല്ലാ ഘടകകക്ഷികളും അതിലുണ്ട്. കോൺഗ്രസിന് മാത്രമല്ല എല്ലാവരുടെയും ഏറ്റവും ഒരുപക്ഷെ വസ്റ്റ് കേസ് സിനേറിയോ എടുത്തുകൊണ്ട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശം അവസ്ഥ കൂടി വന്നാൽ അവർ പറയുകയാണ് 295+ എന്ന് പറയുന്ന അവരുടെ ആത്യന്തികമായ ആത്മവിശ്വാസമാണോ അതോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് പോലെ ഒരു ഓടക്കണക്കാണോ ജെയിംസ്? ഒരു കാര്യം ഹാഷ്മി, BJPയും NDA സഖ്യമൊക്കെ അവർ പറഞ്ഞിരുന്നത് 400 സീറ്റ്, അതൊരു പെർസെപ്ഷൻ ബിൽഡിംഗ് ആയിരുന്നു. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സ്ട്രാറ്റജിസ്റ്റ് തന്ത്രജ്ഞൻ നരേന്ദ്രമോദി തന്നെയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും മോദി തന്നെയായിരുന്നു, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. ഒറ്റയ്ക്ക് ഒരു 400 സീറ്റ് കിട്ടുമെന്നുള്ള
പ്രതീക്ഷ ജനിപ്പിക്കുക, അതിലേക്ക് മാർച്ച് ചെയ്യാൻ പറയുക, പിന്നീട് അത്രയും കോൺഫിഡൻസ് ഇല്ലാതെ സംസാരിക്കുക, പിന്നീട് താഴോട്ട് പോകുന്തോറും അല്പം വർഗീയ പരാമർശങ്ങൾ നടത്തേണ്ടി വരിക, ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ അല്പം ഒരു ഭീതി ഉണ്ടായോ എന്ന് സംശയമുണ്ട്. രണ്ടു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഏതായാലും ജയിച്ചു കഴിഞ്ഞു, ഭൂരിപക്ഷം സീറ്റ് കിട്ടാൻ വേണ്ടി പറയുന്നതാണെന്നുള്ള വാദമുണ്ടായെങ്കിലും അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഫേസുകളിലേക്ക് എത്തിയപ്പോൾ നരേന്ദ്രമോദി എടുത്ത ഒരു ബോഡി ലാംഗ്വേജും സംസാരവും എന്തോ ഒരു പതറിച്ച കാണിച്ചിരുന്നു. പക്ഷേ അതിനോട് കടപിടിച്ചുകൊണ്ട് ഏറ്റുമുട്ടി നിൽക്കാൻ ഒരു പക്ഷേ പ്രതിപക്ഷ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. ആരാണ് പ്രധാനമന്ത്രി എന്ന് പോലും രണ്ടാം ഘട്ടം കഴിയുമ്പോഴേക്കും പിന്നെ നല്ല വർഗീയത. അപ്പോൾ പി ജെയിംസ് ഏതായാലും ദ നമ്പേഴ്സ് വിൽ ബി സർപ്രൈസിംഗ് എന്ന് രാജ്ദീപ് സർദേശായി പറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം ആ നമ്പേഴ്സ് എന്തായിരിക്കുമെന്ന്. 10 മിനിറ്റും 11 സെക്കൻഡിനുള്ളിൽ ആദ്യ എക്സിറ്റ് പോൾ സർവേ വരാൻ പോകുന്നു. 10 മിനിറ്റും 11 സെക്കൻഡ് ആദ്യ സൂചന വരും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.